അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസാക്ഷൻ മാനേജ്മെൻ്റ് ആണ്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക്. എ സിംഗിൾ ടാസ്ക് ഈസ് എ മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റ് വിച്ച് കനോട്ട് ബി ഡിവൈഡ് ഫർദർ. അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയി ഒരു 500 രൂപ അക്കൗണ്ട് എ ടു അക്കൗണ്ട് ബി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഒരു സിമ്പിൾ ആൻഡ് സ്മോൾ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. A transaction is a very small unit of a program and it may contain several low-level tasks. A transaction in a database system must maintain atomicity, consistency, isolation and durability, commonly known as ACID properties, in order to ensure accuracy, completeness and data integrity. ഇനി ട്രാൻസാക്ഷൻ മാനേജർ എന്താണെന്ന് നോക്കാം. A transaction is a collection of operations that perform a single logical function in a database application. Each transaction is a unit of both atomicity and consistency. Thus, we require that the transaction do not violate any database consistency constraint. That is, if a database was consistent when a transaction started, the database must be consistent when transaction successfully terminates. A transaction manager ensures that the database remains in a consistent state despite of system failures and transaction failures. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് എയിൽ നിന്ന് അക്കൗണ്ട് ബിയിലോട്ട് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്നിരിക്കുക. അതൊക്കെയാണ് ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നതിന് മുന്നേ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാലും സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണം. അതായത് നമ്മളിപ്പം ഒരു ഡാറ്റാബേസിനകത്ത് ഒരു ട്രാൻസാക്ഷൻ നടന്നു. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു. സപ്പോസ് അപ്പം അക്കൗണ്ട് എയിൽ നിന്ന് ഡാറ്റ ഡെബിറ്റായി, അത് പക്ഷേ അക്കൗണ്ട് ബിയിൽ ക്രെഡിറ്റ് ആവുന്നതിന് മുന്നേ സിസ്റ്റം ഫെയിലിയറായി. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലും, അതായത് അപ്പം രണ്ട് സ്ഥലത്തെ അക്കൗണ്ടുകൾ തമ്മിൽ ടാലി ആവില്ല. ഇങ്ങനത്തെ കേസുകളെല്ലാം വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഡാറ്റാബേസ് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ട്രാൻസാക്ഷൻ മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. അതായത് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ഡാറ്റാബേസ് വാസ് കൺസിസ്റ്റൻറ്റ് വെൻ എ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ്, ദ ഡാറ്റാബേസ് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് വെൻ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി ടെർമിനേറ്റ്സ്. ദ ട്രാൻസാക്ഷൻ മാനേജർ എൻഷുവേഴ്സ് ദാറ്റ് ദ ഡാറ്റാബേസ് റിമെയിൻ ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. ഇതാണ് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റാബേസ് സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇത് ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും ആസിഡ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് മാനേജ്മെൻ്റ് ആണ്. Storage manager is a program module that provides the interface between low-level data stored in the database and the application, program and queries submitted to the system. The storage manager is responsible for the interaction with the file manager. The raw data are stored on the disk using file system, which is usually provided by a conventional operating system. The storage manager translates the various DML statements into low-level file system commands. Thus, the storage manager is responsible for storing, retrieving, and updating data in database. The storage manager components include authorization and integrity manager, which tests for the satisfaction of integrity constraint and check the authority of users to access the data. Transaction manager, which ensures that the database remains in a consistent state despite system failures and that concurrent transaction execution proceed without conflicting. File manager, which manages the allocation of space on the disk storage and the data structure used to represent information stored on disk. Buffer manager,
which is responsible for fetching data from disk storage into main memory and deciding what data to cache in memory. The buffer manager is a critical part of database system since it enables the database to handle data size that are much larger than the size of main memory. അപ്പം നമ്മൾ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റോറേജ് മാനേജർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മൊഡ്യൂളാണ്. അത് എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ്, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർഫേസ് ആണ്. അതായത് ലോ ലെവൽ ഡാറ്റ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ക്വറി സബ്മിറ്റ് ചെയ്യും. എന്താണ് ആ ക്വറിക്കുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് ഡാറ്റാബേസിൽ നിന്നാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഈ സ്റ്റോറേജ് മാനേജർ എന്ന് പറഞ്ഞ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. സ്റ്റോറേജ് മാനേജറാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വേരിയസ് DML സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റു ലോ ലെവൽ ഫയൽ സിസ്റ്റം കമാൻഡ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സ്റ്റോറേജ് മാനേജറാണ്. സ്റ്റോറേജ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻട്രാക്ഷൻ വിത്ത് ഫയൽ മാനേജർ. സ്റ്റോറേജ് മാനേജറിൻ്റെ കമ്പോണൻസ് ആണ് ഓതറൈസേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി മാനേജർ, ട്രാൻസാക്ഷൻ മാനേജർ, ഫയൽ മാനേജർ, ബഫർ മാനേജർ. ഇവരൊക്കെ ഈ കമ്പോണൻസ് എല്ലാം സ്റ്റോറേജ് മാനേജറിൻ്റെ കമ്പോണൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവറോൾ സിസ്റ്റം ആർക്കിടെക്ചറാണ്. ഇതാണ് ഡാറ്റാബേസിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഡിസ്ക് സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറേജ് മാനേജറുണ്ട്, ക്വറി പ്രോസസ്സറുണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. A database system can be centralized or client server or one server machine execute work on behalf of multiple client machine. Database system can also be designed to exploit parallel computer architecture. Distributed database span multiple geographically separated machines. A database system is partitioned into modules that deals with each of the responsibilities of the overall system. The functional components of database system can be broadly divided into storage manager and query processor component. ഇതാണ് query processor componentഉം ഇതാണ് storage managerഉം. The storage manager is important because database typically requires a large amount of storage space. The query processor is important because it helps the database system simplify and facilitate access to data. It is the job of the database system to translate updates and queries written in non-procedural language at the logical level into an efficient sequence of operation at the physical level. Database applications are usually partitioned into 2 or 3 parts. In two-tier architecture, ഇതാണ് 2-tier architecture, ഇതാണ് 3-tier architecture. In two-tier architecture, the application resides at the client machine, where it invokes database system functionality at the server machine through query language statement. Application program interface standard like JDBC are used for interaction between client and the server. In contrast, in 3-tier architecture, the client machine acts as merely a front end and does not contain any direct database call. Instead, the client and communicate with the application server usually through forms of interface. The application server in turn communicate with the database system to access data. The business logic of the application which says that
which says what action to carry out under what condition is embedded in the application server instead of being distributed across multiple clients. Three-tier applications are more appropriate for larger application and for applications that run on World Wide Web. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ അത് നോർമലി 2 പാർട്ടായിട്ടും 3 പാർട്ടും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. 2 പാർട്ടാണെങ്കിൽ അതിനെ 2 ടയർ ആർക്കിടെക്ചർ എന്നും 3 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ 3 ടയർ ആർക്കിടെക്ചർ എന്നും പറയുന്നു. 2 ടയർ ആർക്കിടെക്ചറിൻ്റെ കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് ക്ലയൻറ്റ് മെഷീനിലായിരിക്കും. എന്നിട്ട് സെർവറുമായിട്ട് കൊറി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡ് JDBC പോലത്തെ എല്ലാം യൂസ് ചെയ്യുന്നു. ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി JDBC പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി 3 ടയർ ആർക്കിടെക്ചറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ക്ലയൻറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഡാറ്റാബേസ് കോൾ അതിൽ നിന്ന് ഡാറ്റാബേസ് കോൾസ് ഒന്നും പോകുന്നില്ല. ക്ലയൻറ്റ് മെഷീൻ ആക്ട് ആസ് മിയർലി ഫ്രണ്ട് എൻഡ് ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഡയറക്റ്റ് ഡാറ്റാബേസ് കോൾ. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റ് എൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻ ആപ്ലിക്കേഷൻ സെർവർ യൂഷ്വലി ത്രൂ ഫോംസ് ഓഫ് ഇൻ്റർഫേസ്. ഇവിടെ ആപ്ലിക്കേഷൻ സെർവറാണ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സെർവർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡാറ്റാബേസ് സിസ്റ്റമാണ് ഇവിടെ ചെയ്യുന്നത്.